പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അതിലെ ഒരു ചെറിയ പോർഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. എല്ലാം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തിത്വമാണ്. എന്നാൽ എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. കാരണം പല ആളുകളും ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും വഴിയിലൂടെ പോയപ്പോൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു. ഫ്രീഡം, that is the existence of human life. In several places, the common people did not have as much freedom as we have today. നമുക്ക് ഇന്നുള്ള ഫ്രീഡം പല സമയങ്ങളിൽ, പല കാലങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വാതന്ത്ര്യം ലഭിക്കാത്ത ആളുകൾ, ജനവിഭാഗം ആളുകൾ, അത് നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗമായിരുന്നു സ്വീകരിച്ചത്. മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ മാർഗവും സ്വീകരിച്ചു. സഹന സമരം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ അഹിംസയും സത്യാഗ്രഹവും ഒക്കെ പോലെ. ദ പീപ്പിൾ ഹു were deprived of freedom had to fight for it. Some were moderates, others were armed rebellion or extremist. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിൽ മിതവാദികളും തീവ്രവാദികളുമായിട്ടുള്ള രണ്ട് രൂപത്തിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നിരുന്നത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന സാഹചര്യത്തെ മാറ്റി പുതിയ ഒരു വ്യവസ്ഥിതിയെ സ്ഥാപിക്കാനാണ് സമരങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ആയതിനാൽ ഇത്തരം സമരങ്ങളെയെല്ലാം നമ്മൾ വിളിക്കുന്നത് വിപ്ലവങ്ങൾ എന്നാണ്, റവല്യൂഷൻസ് എന്നാണ്. All these struggles try to change the system that denied freedom and rights and to establish a new one. Therefore, they are known as revolutions. അതുകൊണ്ടാണ് ഇത്തരം സമരങ്ങളെയെല്ലാം നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. വിപ്ലവം എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. The major inspiring factor for the revolutions was the Renaissance. Now we are discussing about what is Renaissance. എന്താണ് Renaissance? Renaissance, നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. Renaissance made significant changes in human thought, views and life. പല രൂപത്തിൽ പല ആശയങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടെത്തിച്ചു. പല മാറ്റങ്ങളും കൊണ്ടുവന്നു. എന്തെല്ലാമാണ് ആ മാറ്റങ്ങൾ? ഒന്ന്, മാനവികത, ശാസ്ത്രബോധം, ദേശീയത, അതുപോലെ ജനാധിപത്യമുണ്ട്, സമത്വമുണ്ട്. വാട്ട് ആർ ദ ചേഞ്ചസ്? ലെറ്റ്സ് എക്സാമിൻ ദം. ഹ്യൂമനിസം, സയൻറ്റിഫിക് ടെമ്പർ, നാഷണലിസം, ഡെമോക്രസി, ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെല്ലാം. മാത്രമല്ല, യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. These novel ideas motivated people to question irrational beliefs and traditions. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടോട് യൂറോപ്പിൽ ജ്ഞാനോദയത്തിന്, എൻലൈറ്റൻമെൻറ്റിന് രൂപം നൽകി. The progress in the field of science brought about by the Renaissance gave birth to enlightenment in 18th century. 18ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയം രൂപീകരിക്കപ്പെട്ടത്. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. It was a scientific invention in Europe that molded enlightenment and intellectual, the cultural movement. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങളെല്ലാം പ്രചരിക്കപ്പെട്ടു. The thinkers of this movement propagated the ideas like freedom, democracy, equality, etc. etc. നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനമേകി. It encouraged the people in different parts of the world to protest against the autocratic system prevailing then. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അവർ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ഇത്തരത്തിൽ ഉയർന്നു വന്ന എതിർപ്പുകൾ, സമരങ്ങൾ പല നാടുകളിലും ജനകീയ വിപ്ലവങ്ങളായി വികസിച്ചു. These protests developed into revolutions in many places.
പല സ്ഥലങ്ങളിലും ഇത് വലിയ വലിയ വിപ്ലവങ്ങളായി, ജനപങ്കാളിത്തമുള്ള വിപ്ലവങ്ങളായിട്ട് മാറി. ഇനി നമുക്ക് ലോകത്ത് ചരിത്രത്തിൽ ഇടം പിടിച്ച വിപ്ലവങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ലെറ്റ്സ് ഡിസ്കസ് സം ഓഫ് ദീസ് റെവല്യൂഷൻസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്. അവരുടെ സ്വാധീനവും നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആണ്, അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന മുദ്രാവാക്യം 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ നോർത്ത് അമേരിക്കയുടെ തെരുവുകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു. ദിസ് വാസ് എ സ്ലോഗൻ ദാറ്റ് തണ്ടേർഡ് അലോങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നോർത്ത് അമേരിക്ക ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 18th century. ദ സ്ലോഗൻ വാസ് ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ് എന്ന അമേരിക്കൻ അഭിഭാഷകനാണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. വാട്ട് ഡിഡ് പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദി സ്ലോഗൻ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്താണ് ഭരണവർഗങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത്? 1. റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, ഭരണ പങ്കാളിത്തം. വെൽഫെയർ സ്റ്റേറ്റ്. 2. ജനക്ഷേമ ഭരണം. 3. ഡെമോക്രസി. 4. അതുപോലെയുള്ള ഒരുപാട് ആശയങ്ങൾ, സമത്വം പോലെയുള്ള ആശയങ്ങളെല്ലാം എക്സ്പെക്റ്റഡ് ഫ്രം ദ റൂളിംഗ് പാർട്ടി, ഭരിക്കുന്ന ആളുകളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയിട്ടുള്ളത്. എ സെയിലർ ഓഫ് ദി സ്പാനിഷ് ഗവൺമെൻറ്. സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് 1492 നോർത്ത് അമേരിക്കയിലേക്ക് എത്തുന്നത്. എ സെയിലർ ഓഫ് ദി സ്പാനിഷ് ഗവൺമെൻറ് റീച്ച്ഡ് നോർത്ത് അമേരിക്ക ഇൻ 1492. He called the indigenous people as Indians. അദ്ദേഹം അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ കണ്ട തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇന്ത്യയാണെന്ന് കരുതി ആ ജനങ്ങളെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. Thought that the place he reached was India. Later they were known as Red Indians. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in 17th century on a ship called the Mayflower. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപരമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു കൂട്ടം ആളുകൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയിരുന്നു. മേഫ്ലവർ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ 17ാം നൂറ്റാണ്ടിലായിരുന്നു അവർ കുടിയേറിയിരുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് നോർത്ത് അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. They were known as the Pilgrim Fathers. അവർ തീർത്ഥാടക പിതാക്കൾ എന്ന പേരിലാണ് ഈ 17ാം നൂറ്റാണ്ടിൽ വരപ്പെട്ട ഈ ഒരു സമൂഹത്തെ അറിയപ്പെടുന്നത്. With the increase in European migration, Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. യൂറോപ്യൻസിൻ്റെ കുടിയേറ്റം വർദ്ധിച്ചതോട് കൂടിയിട്ട് റെഡ് ഇന്ത്യൻസ് അഥവാ ദ ഇൻഡിജീനിയസ് പീപ്പിൾസ് ഓഫ് നോർത്ത് അമേരിക്ക അവർ ഉൾനാടൻ മേഖലകളിലേക്ക്, ഗ്രാമാന്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉൾ ഏരിയകളിലേക്ക് പോകാൻ തുടങ്ങി. ദ യൂറോപ്യൻ സീസ് അവരുടെ ഭൂമിയും അവരുടെ ആട്ടിൻ പറ്റങ്ങളെയും ആര് സ്വന്തമാക്കി? യൂറോപ്യൻസ്, ഈ മൈഗ്രേറ്റ് ചെയ്തു വന്ന യൂറോപ്യൻസ് സ്വന്തമാക്കി. In 16th century onwards, the Europeans began to migrate to North America. 16ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങിയിട്ടുണ്ട്. The major aims of the migration was to exploit the resources. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ഈ കുടിയേറ്റങ്ങളുടെ? വിഭവങ്ങൾ കൈയടക്കുക, റിസോഴ്സുകൾ കൈയടക്കുക, അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തുക. By the 18th century, England had established 13 colonies in the eastern coast of North America. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13ഓളം കോളനികൾ സ്ഥാപിച്ചു. അതിൽ ഒന്ന് വെർജീനിയ, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ് ബേ, മേരിലാൻഡ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കറ്റ്, ന്യൂ ഹാംപ്ഷയർ, ഡെലിവറി, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ന്യൂ ജേഴ്സി, പെൻസിൽവാനിയ, ജോർജിയ
തുടങ്ങി 13 കോളനികളാണ് സ്ഥാപിച്ചത്. The British treated American colonies as centers for collecting raw materials for their industry and as market for selling their products. ബ്രിട്ടീഷുകാർ അവരുടെ അമേരിക്കൻ കോളനികളെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ്, കണ്ടത് എങ്ങനെയാണ്? റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായിട്ടും അത് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഫാക്ടറികളിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റാക്കി മാറ്റി തങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ആയിട്ട് കൂടിയാണ് കോളനികളെ കണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് മെർക്കന്റൈലിസം. ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ്. ബ്രിട്ടീഷ് വ്യാപാരികളാണ് ഇതെന്താക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർ ലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റൈലിസം. അഥവാ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി ബ്രിട്ടീഷ് മെർച്ചൻസ് അവർ കൈയടക്കി വെച്ചിരിക്കുന്ന കോളനികളിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു ട്രേഡ് പോളിസിയാണ് മെർക്കന്റൈലിസം. സെവറൽ ലോസ് വെർ ഇംപ്ലിമെന്റഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. മെർക്കന്റൈലിസത്തിന്റെ ഭാഗമായി വന്ന ഒരുപാട് നിയമങ്ങൾ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ചിലത് പരിചയപ്പെടാം. മെർക്കന്റൈലിസ്റ്റ് ലോസ്. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. കോളനികളിലേക്കും കോളനികളിൽ നിന്നുമുള്ള പ്രൊഡക്റ്റുകൾ, ഗുഡ്സ്, ചരക്കുകൾ അത് ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമേ വഹിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഈ ബ്രിട്ടീഷ് ഷിപ്സ് എവിടെ നിർമ്മിച്ചതായിരിക്കണം? ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ചതായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇത്തരം ഷുഗർ, വൂള്, കോട്ടൺ, ടുബാക്കോ പോലുള്ള പ്രൊഡക്റ്റുകൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി ഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംപ്ലെറ്റ്സ്, ലൈസൻസ്. ലഘുലേഖകൾ, ലൈസൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഡോക്യുമെന്റ്സ്, നിയമപരമായിട്ടുള്ള പേപ്പേഴ്സ്, ഇതിലെല്ലാം ബ്രിട്ടീഷ് സ്റ്റാമ്പ് നിർബന്ധമാണ്. Colonies must provide food and quarters for the British troops which were maintained in the colonies. കോളനികളിൽ നിലനിർത്തി വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ട ഷെൽട്ടർ, അവർക്ക് താമസ സൗകര്യം, അവർക്കുള്ള ഭക്ഷണമെല്ലാം ആര് ഉറപ്പാക്കണം? കോളനി നിവാസികൾ ഉറപ്പാക്കണം. അല്ലെങ്കിൽ അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന റവന്യൂ കൊണ്ടായിരിക്കും അതെല്ലാം നിർവഹിക്കപ്പെടുന്നത്. Import tax must be paid for the import of tea, glass, paper, etc. തേയിലയാകട്ടെ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയ പ്രൊഡക്റ്റുകളുടെ ഇമ്പോർട്ടിന് ഇമ്പോർട്ട് ടാക്സ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. The mercantilist laws turned the American colonial people against their motherland. നോർത്ത് അമേരിക്കയിലെ കൊളോണിയൽ പീപ്പിൾ അവരുടെ മദർലാൻഡിനെതിരെ പ്രതിഷേധിക്കാൻ വരെ ഇതെന്തായി, ഈ മെർക്കന്റൈലിസ്റ്റ് ലോസ് കാരണമായി. ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ആ സംഭവം. The high tax levied by the British government on tea fired up a strong protest in America. ഈ തേയിലയുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന വൻതോതിലുള്ള ടാക്സ്, നികുതി, ഇത് അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് എന്തായി, കാരണമായി. ഓൺ 16 December 1773, 1773 ഡിസംബർ 16 എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിസ്ഗ്യൂസ്ഡ് ആസ് ദ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ബോർഡഡ് ദ ഷിപ്സ് അറ്റ് നൈറ്റ് ഇൻ ദ ബോസ്റ്റൺ ഹാർബർ ആൻഡ് ത്രൂ 342 jets of tea into sea. അവർ കപ്പലുകളിൽ അതിക്രമിച്ച് കയറുകയും ആ രാത്രിയിൽ തന്നെ 342 വരുന്ന വലിയ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ദ ബോസ്റ്റൺ ടീ പാർട്ടി. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. Ideology of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണാത്മകമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ കോളനികളിൽ ജനങ്ങളെ സമരസജ്ജരാക്കുന്നതിന് ചില ചിന്തകന്മാരുടെ ആശയങ്ങളും പ്രചോദനമായിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ ലോക്ക്. അദ്ദേഹം പറഞ്ഞത് എവ്രി വൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, എല്ലാവർക്കും മൗലികമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം, ഒരു ഭരണകൂടങ്ങൾക്കും അവയെ തടുക്കാനോ ഇല്ലാണ്ടാക്കാനോ സാധിക്കുകയില്ല, അതിനുള്ള അവകാശമില്ല എന്നാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചിന്തകൻ തോമസ് പെയിൻ, there is something absurd in supposing a continent അഥവാ നോർത്ത് അമേരിക്ക be perpetually governed by a foreign power. ഒരുപാട് കാലം ഒരു കോണ്ടിനെന്റ് ഒരു വിദേശ ശക്തി ഭരിക്കുന്നതിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നാണ് തോമസ് പെയിന്റെ അഭിപ്രായത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ, നാഴികക്കല്ല്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് except Georgia met at Philadelphia in 1774 to protest against the policies and the rules imposed by England. It is known as the First Continental Congress. ജോർജിയ 13 കോളനികളിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളും 1774 ഫിലാഡൽഫിയയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അവരുടെ നയങ്ങൾക്കെതിരെയുള്ള അവരുടെ നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തുകൂടി. അതിനെയാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേര് അറിയപ്പെടുന്നത്. Subsequently, the people of colonies submitted a petition to the King of England. ഇംഗ്ലണ്ടിലെ രാജാവിന് അവർ ഈ കോളനികളിലെ ജനങ്ങൾ ഒരു പരാതി ഉണ്ടാക്കി സമർപ്പിച്ചു. They demanded the revocation of the regulations. അവർ ഈ നിയമങ്ങളെല്ലാം, എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള നിയമങ്ങളെല്ലാം തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. Enforced on industry ആൻഡ് കൊമേഴ്സ്, ഏതെല്ലാം മേഖലകളാണ്, വ്യാവസായിക മേഖലകളിലും അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിലും കൊണ്ടുവന്നിട്ടുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻസ് റിവോക്കേറ്റ് ചെയ്യണമെന്ന് ആരാവശ്യപ്പെട്ടു? ഈ പീപ്പിൾ ഓഫ് ദി കോളനീസ് ആവശ്യപ്പെട്ടു. ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിതൗട്ട് ദ അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ അംഗീകാരമില്ലാതെ യാതൊരു തരത്തിലുള്ള ടാക്സും ജനങ്ങളുടെ മേൽ ചുമത്താൻ പാടില്ല എന്ന് കൂടി അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ, ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് രാജാവ് ഒരു സൈന്യത്തെ തന്നെ അയച്ചത്. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇത് ഇംഗ്ലണ്ടും നോർത്ത് അമേരിക്കയിലെ കോളനികളും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായി. ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് സെയിം ഇൻ ഫിലാഡൽഫിയ ഇൻ 1775. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയും ഫിലാഡൽഫിയയിൽ വെച്ച് ചേരുകയും ഇലക്റ്റഡ് ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി. ആ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ, അതിലൂടെ തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് എ വോയ്സ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിക്കാനുള്ള കൃത്യമായ സമയം സമാഗതമായിരിക്കുന്നു എന്ന് ആര് പ്രഖ്യാപിച്ചു? തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റിലൂടെ പ്രഖ്യാപിച്ചു. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. The declaration അവർ പ്രിപ്പയർ ചെയ്തത് 2 പേരാണ്. ഒന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും രണ്ടാമത്തത് തോമസ് ജെഫേഴ്സണും. ഈ 2 പേരാണ് 1776 ജൂലൈ 4 അവർ പാസ്സാക്കിയിട്ടുള്ള ആ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത്. റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, what all can be find in this declaration? മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് അതിൽ മാക്സിമം. നമുക്ക് നോക്കാം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്ന്. ഒന്ന്, ഓൾ ആർ ഈക്വൽ, എല്ലാവരും സമന്മാരാണ്. എവരിവൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ഓരോ അവകാശങ്ങൾ, അവർക്ക് വേണ്ട അവകാശങ്ങളുണ്ട്. ദ ഗവൺമെന്റ് ഷുഡ് ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗവേൺഡ്, ഭരിക്കപ്പെടുന്നവരിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്, തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് ഗവൺമെന്റുകളെന്നും ആ ഡിക്ലറേഷൻ പറഞ്ഞു വെക്കുന്നു. റൈറ്റ് ഓഫ് ദി പീപ്പിൾ ടു ആൾട്ടർ ഓർ ദ അബോളിഷ് ദ ഗവൺമെന്റ്, അഥവാ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ഒരു പക്ഷേ ജനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതേ ജനങ്ങൾക്ക് അതേ ഗവൺമെന്റിനെ മാറ്റാനോ അല്ലെങ്കിൽ നിരോധിക്കാനോ തള്ളിക്കളയാനോ അബോളിഷ് ചെയ്യാനോ സാധിക്കണം എന്നതുകൂടി 1776 ആ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട്.
The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. ഈ ഡിക്ലറേഷനോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെയും കോളനികൾക്കിടയിലുമുള്ള യുദ്ധം അവസാനിച്ചത് 1781. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783, 1783 ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ജോർജിയ അടക്കമുള്ള 13 കോളനികളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു? ഇംഗ്ലണ്ട് അംഗീകരിച്ചു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു ഭരണഘടനാ സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അമേരിക്കയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ലീഡർ ജെയിംസ് മാഡിസൺ ആണ്. ജോർജ് വാഷിംഗ്ടൺ became the first president of United States of America. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ മാറി. അക്കോർഡിങ്സ് വിത്ത് ദ ന്യൂ അവരുടെ പുതിയ ഭരണഘടന പ്രകാരം. അങ്ങനെ ഇന്ന് കാണുന്ന അമേരിക്ക നിലവിൽ വന്നു. അതിനെയാണ് ഇന്ന് നമ്മൾ USA എന്ന് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിക്കുന്നത്. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് ജോ ബൈഡൻ ആണ്. അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. പിൽക്കാലത്തുള്ള ലോകത്ത് അതിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് മറ്റു മേഖലകളെ പിൽക്കാലത്ത് ഒരുപാട് വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെല്ലാമാണ്? ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും എല്ലാ വിപ്ലവങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ കൃത്യമായ പ്രചോദനവുമായിരുന്നു ഏത്? അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ആൻഡ് ദ സെക്കൻഡ് ഈസ് പുട്ട് ഫോർവേഡ് എ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ലോകത്തിന് ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് അഥവാ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് വർ ഇലക്റ്റഡ്. രാഷ്ട്രത്തിന്റെ തലവൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കണം. ബൈ ദ ഗവേൺഡ്, ഭരിക്കപ്പെടുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കണം ആര്? രാജ്യത്തിന്റെ തലവൻ. അതാണ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കൻ ഭരണഘടനയാണ്. നേതൃത്വം കൊടുത്തത് ജെയിംസ് മാഡിസൺ ആണ്. Contributed to the concept of federal system that ensured freedom and authority of states in the union. ഒരു ഒരു യൂണിയനകത്ത് ഒരു ഐക്യബോധത്തിനകത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരവും സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെഡറൽ സംവിധാനം ആര് സംഭാവന നൽകി? അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിന് ശേഷം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ സംഭാവന നൽകി. ഓക്കെ, ഇതോട് കൂടിയിട്ട് അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ ആയിരിക്കും കൃത്യമായിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ, താങ്ക് യു.